യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഒരുപോലെ വിറളി പിടിപ്പിക്കുന്ന, അവർക്ക് ഭയപ്പാടുണ്ടാക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്. സോവിയറ്റ് യൂണിയൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുടിൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അറബ് രാജ്യങ്ങളുടെ വിശ്വാസ്യത പിടിച്ചു പറ്റാനും ഏഷ്യയിൽ വലിയൊരു ചലനമുണ്ടാക്കാനും റഷ്യ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, റഷ്യ എന്ന രാജ്യം യൂറോപ്പിലും ഏഷ്യയിലുമായി പരന്നു കിടക്കുന്ന ഏറ്റവും വിശാലമായ വിസ്തൃതിയുള്ള ലോകരാജ്യമാണ്. ഏഷ്യയിൽ റഷ്യയുടെ സ്വാധീനം എന്തുമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കൂടിയാണ് ഈ അറബ് രാജ്യങ്ങളുടെ സമ്മിറ്റിൽ റഷ്യ പ്രതിനിധികളെ അയച്ചത്. വീണ്ടും ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ സഹായം ചെയ്യുന്നതും അറബ് രാജ്യങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയും വലിയ പെടാപ്പാടുകൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇസ്രയേൽ പാർലമെന്റിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, നമ്മളെല്ലാവരും ഇനി ഉറ്റുനോക്കേണ്ടത് റഷ്യയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് തന്നെയാണ് എന്നാണ് എടുത്ത് അദ്ദേഹം പറഞ്ഞത്. എന്തെന്നാൽ റഷ്യ എടുക്കുന്ന ഓരോ നിലപാടും അത് ഫാർ റീച്ചിങ് എഫക്റ്റാണ്. മറ്റ് രാഷ്ട്രങ്ങളെ പോലെയല്ല. ഫ്രാൻസോ അതല്ലെങ്കിൽ സുരക്ഷാ സമിതിയിലെ മറ്റ് രാജ്യങ്ങളോ അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയേ അല്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ റഷ്യ അങ്ങനെയല്ല. സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെട്ടതുകൊണ്ട് മാത്രം ഇപ്പോഴും അമേരിക്ക ഒന്നാം സ്ഥാനത്ത് ലോക പോലീസ് ചമഞ്ഞ് നിൽക്കുന്നു എന്നതല്ലാതെ റഷ്യ എടുക്കുന്ന പല നിലപാടുകളും അമേരിക്കയ്ക്ക് ഫ്യൂച്ചറിൽ, ഭാവിയിൽ വലിയ തിരിച്ചടിയായി മാറും എന്ന തിരിച്ചറിവ് ബിസിനസ്സുകാരൻ കൂടിയായിട്ടുള്ള ഡൊണാൾഡ് ജോൺ ട്രംപിനുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അലസ്കയിൽ വെച്ച്, ആങ്കറേജിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച ഒട്ടും സുഖകരമായിരുന്നില്ല എന്ന് മാത്രമല്ല, റഷ്യ അമേരിക്കയോട് വളരെയധികം സഭ്യമായ ഭാഷയിൽ പറഞ്ഞു, ഉക്രൈനുമായുള്ള പ്രശ്നം ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ തയ്യാറല്ല. ഉക്രൈനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ നടത്തുന്ന അവരുടെ ആണവ പരീക്ഷണങ്ങൾ, ആണവ സപ്പോർട്ട്, അത് പിൻവലിക്കാൻ അവർ തയ്യാറാണോ? അല്ല. അപ്പോൾ റഷ്യയുടെ നിലപാടുമായി ഒരു വിട്ടുവീഴ്ചയും നടത്താതെ, അതിനൊന്നും മുതിരാതെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ പ്രാപ്തമായി തന്നെ നിൽക്കും. ഇത് റഷ്യയുടെ മാത്രം നിലപാടല്ല. ഇത് വളരെ കൂടിയാലോചിച്ചതിന് ശേഷം പുടിൻ ഭരണകൂടം വ്യക്തമായി ലോകത്തോട് പറയുന്ന ഒരു ദൃഢ പ്രതിജ്ഞ കൂടിയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കലായിരുന്നു ഈ ദൗത്യത്തിന്റെ പിന്നിൽ. അമേരിക്കയുടെ ഒരു കളിയും ഇനി നടക്കാൻ പോകുന്നില്ല. പാശ്ചാത്യ ലോകം മൊത്തത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു റഷ്യ എടുക്കാൻ പോകുന്ന നിലപാടുകൾ എന്തെന്ന്. നമുക്കറിയാം, ഡോളറിന്റെ വില അത് താനെ ഇടിയും. അത് മാത്രമല്ല, അമേരിക്കയുടെ കുത്തക സാമ്രാജ്യ മുതലാളിത്ത മേധാവിത്വം മുഴുവൻ പടിപടിയായി തകർന്നു വീഴാൻ പോവുകയാണ് എന്ന സൂചനയാണ് റഷ്യ നൽകുന്നത്. വ്യാപാര ബന്ധം റഷ്യയുടേത് തകർക്കാനാണ് അമേരിക്കയുടെ ആഗ്രഹമെങ്കിൽ അത് വെറും ദുസ്വപ്നം മാത്രമായിരിക്കും, അത് വെറും പാഴ്സ്വപ്നമായിരിക്കും, ദുരാഗ്രഹം മാത്രമായിരിക്കുമെന്ന് പുടിൻ പറഞ്ഞിരിക്കുകയാണ്.